Hi students, so now we are moving into the second module, capital market. So in the first module, what do you mean by investment, then investment process, investment objectives, then different investment avenues, then the risk return concept, types of risk, how you are going to measure the risk, then investment analysis, fundamental analysis, technical analysis, tools of fundamental technical analysis, modern portfolio theory, capital asset pricing model, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കി. Now the second module is capital market. അപ്പോൾ ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അത് വാട്ട് ആർ ദ വേരിയസ് ടൂൾസ് അവൈലബിൾ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഫോർ എ പേഴ്സൺ ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തെല്ലാം ടൂൾസ് അവൈലബിൾ ആണ് ഒരു ഇൻവെസ്റ്റർക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ ഈ ഒരു എൻറ്റയർ മോഡ്യൂളിൽ നമ്മൾ വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ മാർക്കറ്റ്, വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ക്യാപിറ്റൽ മാർക്കറ്റ്, then what are the objectives and functions of capital market, then you have to compare capital market with money market, then what are the various capital market instruments like shares, then you have debentures, then you have different types of shares, different types of debentures, bonds, then different types of bonds, then what do you mean by a stock exchange, then the advantages, disadvantages and functions of stock exchange. So ഇതൊക്കെയാണ്. then different types of stock exchanges ഉണ്ട്. so what are the different types of stock exchange, പിന്നെ ഒരു ട്രേഡിംഗ് മെക്കാനിസം, നമ്മൾ ഈ ഷെയർ ട്രേഡിംഗ് മെക്കാനിസം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഇറ്റ്സ് ഓൾസോ ഈസി. സോ അതാണ് ഈ ഒരു മോഡ്യൂളിൽ ഒരു ഇൻട്രൊഡക്ഷൻ. Now let's see what do you mean by capital market. So capital market may be defined as a market dealing in medium and long term funds. So it is a market where the buyers and the sellers engage in trade of financial securities like shares and debentures or bonds. അപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻവെസ്റ്റർ, ആ ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. സോ ഇൻവെസ്റ്റർക്ക് ക്യാപിറ്റൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം, മണി മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊത്തം മാർക്കറ്റിന് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയും. ഇത് ഇൻവെസ്റ്ററിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. നേരെ മറ്റേ അറ്റത്ത് കമ്പനീസാണ്. കമ്പനീസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് അവർക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പം ഇതിനൊരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. യു ക്യാൻ വ്യൂ ക്യാപിറ്റൽ മാർക്കറ്റ് ഫ്രം ദ വ്യൂ ഓഫ് എൻ ഓർഗനൈസേഷൻ ഓർ എ കമ്പനി. യു ക്യാൻ ഓൾസോ വ്യൂ ക്യാപിറ്റൽ മാർക്കറ്റ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് എ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു എന്താ പറയുക, ലോങ് ടേം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം, അതാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുക. ഒരു കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള കമ്പനീസ് ഉണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കമ്പനീസ് ഉണ്ട്. മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ പൈസയും ഒറ്റൊരാളാണ് വഹിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഇനി പാർട്ട്ണർഷിപ്പ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 2 തൊട്ട് 20 വരെ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഓരോരുത്തർ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓരോ പങ്ക് ഓരോരുത്തർ എടുത്തുകൊണ്ടിട്ട് ഒരു ബിസിനസ് തുടങ്ങണത്. എല്ലാ തരം ബിസിനസ്സിനും പാർട്ട്ണർഷിപ്പ് മാത്രം ഒതുങ്ങില്ല, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒതുങ്ങില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും?
നമുക്കതൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് തുടങ്ങേണ്ടി വരും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനീസിന് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താ? അവർക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം? ഫണ്ട് റേസ് ചെയ്യാം. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യാൻ ഉള്ള ഒരു മാർക്കറ്റ്, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് പറയുക. അപ്പം ഇത് നിന്ന് നോക്കുമ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ദേ ക്യാൻ മേക്ക് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഷെയറിലോ ഡിബഞ്ചറിലോ ബോണ്ടിലോ ഒക്കെ മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ളൊരു മാർക്കറ്റായിട്ടാണ് ഇൻവെസ്റ്ററിന്. പക്ഷെ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം ഓർ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ദേ ക്യാൻ ഡെവലപ്പ് അല്ലെങ്കിൽ ദേ ക്യാൻ ജനറേറ്റ് ക്യാപിറ്റൽ. അവർക്ക് ലോങ് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ, തുടർച്ചയായിട്ട് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി മണി മാർക്കറ്റ് എന്താ പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ പോയിന്റിൽ അവർക്ക് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ, കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷോർട്ട് ടേം ഫിനാൻസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ. സോ നമ്മൾ ടോട്ടലി പറയുകയാണെങ്കിൽ യു ഹാവ് എ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനും ആവശ്യമുള്ളൊരു മാർക്കറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കമ്പനീസിനും ആവശ്യമുള്ള ഒരു മാർക്കറ്റാണ്. ആ ഒരു ടോട്ടൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ മണി മാർക്കറ്റെന്നും ക്യാപിറ്റൽ മാർക്കറ്റെന്നും നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ എ മാർക്കറ്റ് വേർ ഫ്രം വിച്ച് യു ക്യാൻ മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ പറ്റുന്ന ഒരു മാർക്കറ്റ്, അതാണ് ക്യാപിറ്റൽ. ഇത് ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റ് നിൽക്കുമ്പോൾ എ മാർക്കറ്റ് ഫ്രം വിച്ച് ദേ ക്യാൻ മേക്ക് ലോങ് ടേം ഫിനാൻസ്, അവർക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇനി മണി മാർക്കറ്റ് ഇതുപോലെ തന്നെ ഒരു കമ്പനിക്ക് ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെൻറ്റ്സ് വരികയാണെങ്കിൽ അങ്ങനെ ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റാണ് മണി മാർക്കറ്റ്. ഇതേ മാർക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെരി ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മാർക്കറ്റാണ്. സോ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ, മണി മാർക്കറ്റ് എന്താന്നുള്ളൊരു കമ്പാരിസൺ വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ തന്നെ പഠിക്കാം. സോ നൗ ഇതെന്താണ്, ദിസ് ഇസ് വാട്ട് ക്യാപിറ്റൽ മാർക്കറ്റ്. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ്. സോ ബേസിക്കലി നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുക. On the basis of nature of instrument, on the basis of types of institution involved. ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തെല്ലാം തരം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ ഒരു ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തത് എന്തെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവ് ആണ് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ, അതിൻ്റെ ബേസിൽ ഒരു ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് യു ക്യാൻ ഡിവൈഡ് ഇൻ ടു 2. അതിൽ ആദ്യത്തത് ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ യു ഹാവ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഒരു കമ്പനി, ആ കമ്പനി ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് തുടങ്ങാമെന്ന് ഡിസൈഡ് ചെയ്തു. അവർ സ്റ്റാർട്ട് ചെയ്യാണ്, ആദ്യമായിട്ടാണ് അവർ ആ കമ്പനി രജിസ്റ്റർ ചെയ്ത് വന്ന് ഫസ്റ്റ് ടൈം അവർ ഷെയറായിട്ടോ ഡിബഞ്ചറായിട്ടോ അവർ ഇഷ്യൂ ചെയ്യാമെന്ന് തീരുമാനിക്കണം. അവർക്ക് ഫണ്ട് വേണം, അത്തരം ഫണ്ട് അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് അവർ ഷെയറാണ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. അപ്പം അങ്ങനെ കമ്പനി ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തു, കുറേ ആൾക്കാരത് വാങ്ങിച്ചു. ഇങ്ങനെ വാങ്ങിക്കുന്ന ഷെയർ ഇൻവെസ്റ്റേഴ്സ് ആണ് വാങ്ങിച്ചത്, സാധാരണക്കാർ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് വാങ്ങിച്ചത്. ഇവരെന്തിനാ വാങ്ങിച്ചിരിക്കുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ല ഇവരുടെ ഉദ്ദേശം. ഇവരിത് ഇൻവെസ്റ്റ്മെന്റ്
ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വാങ്ങിച്ച് ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ലാഭം ഉൾക്കൊള്ളാനാണ് അതാണ് ഇവർ ഇൻവെസ്റ്റേഴ്സ് അതിനാണ് വാങ്ങിച്ചത്. സോ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ വാങ്ങിച്ച ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യണം. എന്നാലേ ഇൻവെസ്റ്റേഴ്സിന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയോണ്ട് ലാഭമുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഭാഗത്തിന് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. സോ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ആദ്യം പറഞ്ഞു, യു ക്യാൻ വ്യൂ ഇറ്റ് ഫ്രം ആൻ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ, യു ക്യാൻ ഓൾസോ വ്യൂ ഇറ്റ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. സോ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ക്യാപിറ്റൽ മാർക്കറ്റ് ഇസ് എ പ്ലേസ് ഫ്രം വിച്ച് ദെയർ ക്യാൻ റേസ് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം വേർ ദേ ക്യാൻ മേക്ക് മീഡിയം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു സ്ഥലം. ഈ സ്ഥലത്തിനെ തന്നെ പ്രൈമറി സെക്കൻഡറി എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് ആദ്യമായിട്ട് IPO ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തും. അതിനെ ആ ഒരു മാർക്കറ്റിനെ, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ആ ഒരു മാർക്കറ്റ് പോർഷനെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. യു ആർ ഇഷ്യൂയിങ് ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമാണ്. ഇനി അത് കഴിഞ്ഞാൽ ഇത് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിച്ചു. ഈ പ്രൈമറി മാർക്കറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇല്ല. ഷെയർ ഇങ്ങനെ വാങ്ങിച്ച് കൈവച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് ആവശ്യാനുസരണം വിൽക്കാനും മറ്റ് ഷെയറുകൾ വാങ്ങിക്കാനും, പിന്നെ ഒരു കമ്പനിയുടെ ഷെയർ മാത്രം വാങ്ങിച്ചു വെച്ചിട്ട് എന്തെങ്കിലും ലാഭമുണ്ടോ ഇൻവെസ്റ്റേഴ്സിന്? ഇല്ല. സോ ആവശ്യാനുസരണം ഷെയർസ് വാങ്ങിക്കാനും അത് വിൽക്കാനും ആ പ്രൈസ് ഡിഫറൻസിന്റെ ലാഭം ഉണ്ടാക്കാനും ഒക്കെ എന്ത് പറ്റണം? ഷെയർസ് ഇത് ഇവർക്ക് പറ്റണം. അതിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ പബ്ലിക് ഓഫർ കഴിഞ്ഞാൽ പിന്നെ ഫർദർ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ബോൺസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് നടക്കുന്ന മാർക്കറ്റിനെ, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഏരിയനെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. ഇത് ശരിക്കും ഒരു വലിയ മാർക്കറ്റിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ച് വെക്കണതൊന്നല്ല, എല്ലാം ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടക്കുമ്പോൾ നമ്മൾ അതിനെ പ്രൈമറി മാർക്കറ്റ് എന്നും, സെല്ലിങ് ആൻഡ് ബൈയിങ് ഓഫ് സെക്യൂരിറ്റീസ് നടക്കുമ്പോൾ നമ്മൾ അതിനെ റെഗുലർ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡറി മാർക്കറ്റ്